14 ദിവസമായിട്ട് ഇതിൽ സമരം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ശാശ്വത പരിഹാരത്തിലേക്ക് എത്തിച്ചേരാൻ എത്രത്തോളം ദിവസം ഇനിയും എടുക്കും? ഇനിയൊരു നീണ്ട കാലമെടുക്കും. കാരണം വഖഫ് ട്രൈബ്യൂണൽ കേസുണ്ട്. അതിൽ വിധി വന്നതിന് ശേഷം അവർക്ക് വീണ്ടും അപ്പീൽ കൊടുക്കാൻ സാധിക്കും. പിന്നെ സുപ്രീം കോടതി വരെ പോകാൻ സാധ്യതകളുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് ഞങ്ങൾ കഴിഞ്ഞ മാസം ഒക്ടോബർ മാസത്തിൽ വന്ന ഹൈക്കോടതിയുടെ വിധി അനുസരിച്ച് 122 പേജുള്ള ആ വിധി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് വഖഫ് ഭൂമിയല്ല. ആ വിധി അനുസരിച്ച് ഞങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാൻ സാധിക്കും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് ഏതായാലും ഒരു നീണ്ട പോരാട്ടമായിരിക്കും. പക്ഷേ വഖഫിൻ്റെ ആസ്തി വിവര പട്ടികയിൽ നിന്ന് പേര് മാറ്റാനുള്ള ഒരു മുൻകൈ സർക്കാർ എടുത്തെന്ന് വിചാരിക്കുന്നു. നമ്മൾ സർക്കാരിനോട് അതിനെക്കുറിച്ച് സംസാരിച്ചു. സർക്കാരിനെ ഇടപെടാൻ ആവശ്യപ്പെട്ടു. പക്ഷേ സർക്കാരിൻ്റെ രീതികൾ എന്ന് പറയുന്നത് കോടതിയിൽ നിന്ന് വിധി വരട്ടെ, എന്നിട്ട് നമുക്ക് ആ കാര്യങ്ങളിൽ ഇടപെടാം. ഏതായാലും ആദ്യം ആളുകൾക്ക് ആവശ്യമായിട്ടുള്ളത് റവന്യൂ അവകാശങ്ങളാണ്. അതിപ്പോൾ നമ്മൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. റവന്യൂ അവകാശങ്ങളിൽ കരമടയ്ക്കാനുള്ള ഒരു അവകാശം മാത്രമല്ല ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളത് ഇനിയും സർക്കാർ തരാമെന്നൊരു വാക്കാലുള്ള ഉറപ്പല്ലേ നൽകിയിട്ടുള്ളത്? ഇല്ല. എങ്കിൽ നമുക്ക് എല്ലാ അവകാശങ്ങളും ഉണ്ടായിരുന്നപ്പോൾ സ്റ്റേ ഓർഡർ വന്നു. ആ സ്റ്റേ ഓർഡർ വെക്കേറ്റ് ചെയ്തപ്പോൾ ഇല്ലാതാകുമ്പോൾ തിരിച്ച് നമുക്ക് എല്ലാ അവകാശങ്ങളും നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ കരമടയ്ക്കുന്നത് മാത്രമല്ല, പോക്കുവരവ് മറ്റുള്ള എല്ലാ അവകാശങ്ങളും നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതിപ്പോൾ റവന്യൂ മിനിസ്റ്റർ നേരിട്ട് സംസാരിച്ച് അത് ക്ലിയർ ചെയ്യുകയും ചെയ്തു. സമരം അവസാനിച്ചതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെന്ന് പലരും പല രീതിയിലും പറയുന്നുണ്ട്. അതിനോട് അച്ഛൻ എന്താണ് പറയാനുള്ളത്? ഇലക്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഈ കേസ് വന്ന് സ്റ്റേ ഓർഡർ മാറ്റി ഈ പ്രശ്നം തീർക്കാനായിട്ട് ഒത്തിരി ശ്രമിച്ചായിരുന്നു. കാരണം ഒക്ടോബറിൽ അനുകൂലമായൊരു വിധി വന്നപ്പോൾ തന്നെ അപ്പോൾ മുതൽ ഞാനും പിതാക്കന്മാരും എല്ലാവരും എല്ലാ രാഷ്ട്രീയ നേതാക്കളോട് സംസാരിക്കുകയും ഈ പ്രശ്നം ഉടനെ തന്നെ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഈ ഇലക്ഷൻ ഡിക്ലറേഷന് മുമ്പ് തന്നെ ഈ പ്രശ്നം പരിഹരിക്കുമായിരുന്നു. പക്ഷേ ചില സാങ്കേതിക തടസ്സങ്ങൾ, കോടതിയിൽ നമ്മുടെ കേസ് വരാൻ വന്ന താമസം, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രശ്നം വന്നത്. കാരണം ഇലക്ഷൻ വരുമ്പോൾ ഇലക്ഷൻ്റെ ഡേറ്റ് ഡിക്ലെയർ ചെയ്ത് ഇലക്ഷന് വേണ്ടി കാത്തിരിക്കുന്ന ഈ അവസരത്തിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ നേരത്തെ തന്നെ ഇതൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു സമയത്തായിപ്പോയി. പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് മറ്റൊരു വശത്ത് സമരത്തിൻ്റെ 2ാം ഘട്ടം ഇപ്പോൾ തുടരുന്നതെന്ന് പറയുന്നു. അവർ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് പിന്നിലെ കാരണം എന്തായിരിക്കും? നമ്മൾ ഒരുമിച്ചാണ് ഇത്രയും ദിവസം ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരുമിച്ചാണ് ഈ സമരം ആരംഭിച്ചത്, ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഈ അവസാന ദിവസങ്ങളിൽ നമ്മളിപ്പോൾ ഈ ഒരു റവന്യൂ അവകാശം നമ്മൾ ലഭിച്ചതോടുകൂടി നമുക്ക് മനസ്സിലായ ആളുകൾ പാവപ്പെട്ടവരാണ്. അവർക്ക് എല്ലാ ദിവസവും വന്ന് ഇരിക്കാൻ പറ്റിയ നിരാഹാര സമരത്തിന് ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല അവർക്ക് അവരുടേതായ ആവശ്യങ്ങളുമൊക്കെ ഉണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്കൊരു ബ്രേക്കിൻ്റെ ആവശ്യമുണ്ട്. ഒരു താൽക്കാലികമായിട്ട് ഇത് നിർത്താം എന്ന് പറഞ്ഞ് നമ്മളിത് നിർത്തുകയാണ്. പക്ഷേ കുറച്ച് പേര് മാത്രം അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങളോടുകൂടി ചില രാഷ്ട്രീയ പാർട്ടിയുടെ പ്രേരിതത്തോടുകൂടി അവരിത് മുന്നോട്ട് കൊണ്ടുപോകണം എന്നവർ ആവശ്യപ്പെടുകയാണ്. എന്നാൽ നമ്മൾ സമരത്തിൽ ഇനി നമ്മൾ സമരം തുടങ്ങും. കാരണം ഇനി നമ്മളൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ അവകാശങ്ങൾ എവിടെയെങ്കിലും ഒരു തടസ്സം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സമരം തുടരാനായിട്ട് സാധിക്കും.